സംസ്ഥാന കോൺഗ്രസിലെ പുനഃസംഘടന സംബന്ധിച്ച പട്ടികയുമായി KPCC നേതൃത്വം ഡൽഹിയിലേക്ക്. KPCC അധ്യക്ഷനും വർക്കിംഗ് പ്രസിഡന്റുമാരുമാണ് ഹൈക്കമാൻഡുമായുള്ള ചർച്ചകൾക്കായി ഡൽഹിയിലെത്തുന്നത്. ഈ മാസം 10 പുതിയ ഭാരവാഹികളെ പ്രഖ്യാപിക്കാനാണ് സാധ്യത. സ്വന്തം പക്ഷത്ത് നിൽക്കുന്ന നേതാക്കളെ DCC തലപ്പത്ത് നിന്ന് ഒഴിവാക്കുന്നതിൽ എതിർപ്പറിയിച്ച് പ്രധാന നേതാക്കൾ രംഗത്തുണ്ട്. സംസ്ഥാനത്തെ പ്രധാന നേതാക്കളുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം തയ്യാറാക്കിയ പട്ടികയുമായാണ് KPCCയുടെ പുതിയ നേതൃത്വം ഡൽഹിയിലേക്ക് പോകുന്നത്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, വർക്കിംഗ് പ്രസിഡന്റുമാരായ AP അനിൽകുമാർ, PC വിശ്വനാഥ്, ഷാഫി പറമ്പിൽ എന്നിവർ ഇന്ന് രാത്രിയോടെ ഡൽഹിയിലെത്തും. പട്ടിക സംബന്ധിച്ച് നാളെയും മറ്റന്നാളും ഹൈക്കമാൻഡുമായി ചർച്ച നടത്തും. വൈസ് പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, ട്രഷറർ, DC അധ്യക്ഷന്മാർ എന്നീ തലങ്ങളിലാണ് പുതിയ പുനഃസംഘടന നടക്കുന്നത്. വൈസ് പ്രസിഡന്റുമാരുടെ എണ്ണം 4-ൽ നിന്ന് 5ആയും, ജനറൽ സെക്രട്ടറിമാരുടെ എണ്ണം 23-ൽ നിന്ന് 30ആയും, സെക്രട്ടറിമാരുടെ എണ്ണം 70ആയും വർദ്ധിപ്പിക്കണമെന്നാണ് ശുപാർശ. ഇതോടെ ജംബോ കമ്മിറ്റി ആയിരിക്കും വരികയെന്ന് ഏതാണ്ട് ഉറപ്പായി. 9 DCC അധ്യക്ഷന്മാരെ മാറ്റണമെന്ന നിർദ്ദേശമാണ് ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത്. എന്നാൽ കൊല്ലം DCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാജേന്ദ്ര പ്രസാദിനെ മാറ്റുന്നതിൽ കൊടുക്കുന്ന സുരേഷ് വിയോജിപ്പ് അറിയിച്ചിട്ടുണ്ട്. ആലപ്പുഴ DCC അധ്യക്ഷനായ B ബാബുപ്രസാദിനെ നീക്കുന്നതിനെ രമേശ് ചെന്നിത്തലയും എതിർക്കുന്നു. എതിർപ്പ് വന്നതോടെ ഹൈക്കമാൻഡ് നിലപാട് നിർണായകമാകും. തൃശൂർ ഒഴികെയുള്ള എല്ലാ DCC അധ്യക്ഷന്മാരെയും മാറ്റാൻ ഹൈക്കമാൻഡ് നിർദ്ദേശിക്കാനാണ് സാധ്യത. ഇത് മുൻകൂട്ടി കണ്ട് മലപ്പുറം, കണ്ണൂർ, കോഴിക്കോട്, എറണാകുളം DCC അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കാവുന്ന പേരുകളും നേതൃത്വം തയ്യാറാക്കിയിട്ടുണ്ടെന്നാണ് സൂചന. ചർച്ചയ്ക്ക് ശേഷം ഈ മാസം 10 പുതിയ ഭാരവാഹികളെ പ്രഖ്യാപിച്ചേക്കും. 24 തിരുവനന്തപുരം.